കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അത്ഭുത കഥകളും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയും ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മറ്റ് ഭക്തർക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ എത്തിക്കുകയും ചെയ്യുകയാണ് ചിന്താലയ വിഷ്വൽ മീഡിയ ചെയ്തു പോകുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ്. അതായത് ചിന്താലയ ആശ്രമം ഭഗവാന്റെ മൂലക്ഷേത്രം, അതായത് സമാധി സ്ഥലം കുടികൊള്ളുന്ന ചിന്താലയ ആശ്രമം പോത്തങ്കോട് കാഞ്ഞാമ്പാറ ആശ്രമത്തിലെ നിന്നാണ് ഇത് നമ്മൾ സംരക്ഷണം ചെയ്യുന്നത്. ഇവിടെ വച്ചാണ് ഇന്ന് എപ്പിസോഡ് പിടിക്കുന്നത്. ഇവിടുത്തെ മേൽശാന്തിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്, രാജു പോറ്റി. നന്നാട്ടുകാവ് ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അതായത് പോത്തങ്കോട് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഒരു 4-5 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പഴയ കുടുംബമാണ്, പഴയ മഠമാണ്, തലമുറകൾ പഴക്കമുള്ള മഠത്തിലെ അംഗമാണ്. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. സ്വാമി നമസ്കാരം. നമസ്കാരം. അങ്ങേ ഈ ഭഗവാന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് മാത്രമല്ല, ഭഗവാനുമായിട്ടുള്ള ബന്ധവും അതേപോലെ ഇവിടുത്തെ പൂജാ രീതികളെക്കുറിച്ചും ഭക്തർക്ക് കൂടെ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ ഓം ചിന്താലേശായ നമഃ. ഞാൻ ഭഗവാനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു 20 വർഷത്തിന് മുന്നേ. ഒരു ദിവസം ഞാൻ ഇവിടെ ദർശനത്തിനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ മുരുകൻ്റെ ദേവൻ്റെ പ്രതിഷ്ഠയുണ്ട്, തൊഴുത് ക്ഷേത്രമാണ് എന്ന് പറഞ്ഞ് കാണാൻ വന്നു. പക്ഷെ അന്ന് കാണാൻ പറ്റിയില്ല. അന്ന് ഇവിടെ നടയെല്ലാം അടച്ചതിന് ശേഷമാണ് ഞാൻ വന്നത്. അന്ന് ഞാൻ തിരിച്ചു പോയിട്ട് വേറൊരു ദിവസം ഇങ്ങനെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഭഗവാന്റെ കിഴക്കോട്ട് ദർശനമായിട്ട് ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുക. പലകയിട്ട് താഴെയാണ് ഇരുന്നത്. അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഏത് മടത്തിയതാണ്? ഞാൻ നന്നാട്ടവും മടത്തി. അവിടെയുള്ളവരെയൊക്കെ എനിക്കറിയാം. സാധാരണ തിരുവേനിമാരൊന്നും ഇങ്ങോട്ട് വരാറില്ല, ഒന്നും കളിയാക്കി. എന്നിട്ട് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ദക്ഷിണയും വസ്ത്രവും ഭക്ഷണം കഴിക്കാൻ തന്നു. എല്ലാം വലിയ ആചാരമായിട്ടെല്ലാം ഭഗവാൻ ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ പോയി. പിന്നെ കുറേ നാൾ വരാൻ പറ്റിയില്ല. ഞാൻ അടുത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം പൂജയ്ക്കെല്ലാം പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം രാവിലെ 3:30-4 മണിയായപ്പോൾ ഈ ജന്മനാളിൻ്റെ വലിയ വെടിശബ്ദം ഇവിടെ വയ്ക്കും, വലിയ ഖദിനാ വെടി. അതങ്ങ് മഠത്തിൻ്റെ അവിടെ കേൾക്കും, അത്ര ദൂരേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കേട്ടപ്പോൾ ചെയ്യാൻ പെട്ടെന്ന് എണിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഭഗവാൻ ഇങ്ങനെ ഓർമ്മിച്ചു. ഞാൻ ഇവിടെ വരികയുണ്ടായി. വന്നിട്ട് അന്ന്
അന്ന് വലിയ ആൾക്കൂട്ടമായിരുന്നു. അന്ന് കണ്ട് അന്ന് വസ്ത്രമൊക്കെ തന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അന്ന് തിരക്കായിരുന്നു. പിന്നെ അന്നത്തെ പൂജാകർമ്മങ്ങളിലൊക്കെ എല്ലാം നോക്കി ദർശനമൊക്കെ നടത്തി തന്ത്രിയായിട്ടൊക്കെ പരിചയപ്പെട്ട് അന്ന് തിരിച്ചു പോയി. വീണ്ടും ഇങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭഗവാനെ കാണുമായിരുന്നു. അപ്പോൾ കോഴിക്കോടുള്ളൊരു തിരുമേനിയായിരുന്നു ഇവിടെ മേശാന്തി, രാമേശ്വരം മുറ്റി. അപ്പം അദ്ദേഹം അവിടെ വേദം പഠിക്കാൻ പോകുമ്പോൾ ലീവിന് എന്നെ വിളിച്ച് ഇവിടെ നിർത്തിയിട്ട് പോകും. ഒരാഴ്ച അദ്ദേഹം വേദമെല്ലാം പഠിച്ചിട്ട് നോട്ടെല്ലാം കൊണ്ട് തിരിച്ച് വരും. അങ്ങനെ ഞാൻ ഇവിടെ അദ്ദേഹത്തിന് പകരം ശാന്തി നടത്തി അങ്ങനെ ഇവിടെ സ്വാമി ഇഷ്ടമുള്ളപ്പോഴൊക്കെ വന്ന് പൂജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ദേവസ്വം ബോർഡ് കിട്ടി, അദ്ദേഹം പോയി. അതിനുശേഷം പിന്നെ ബാലകൃഷ്ണൻ പറ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ പകരത്തിന് കുറേ സമയം നിന്നു. അതിന് ശേഷമാണ് പിന്നെ ഇപ്പം സ്ഥിരമായിട്ട് കുറേ നാൾ നിൽക്കേണ്ടി വന്നു. പിന്നെ കുറേ നാൾ കുടുംബപരമായ പ്രശ്നമായിട്ട് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും ഭഗവാന്റെ കാരുണ്യത്താൽ വീണ്ടും ഇവിടെ പൂജയുള്ള അവസരമെല്ലാം കിട്ടി. ഭഗവാൻ ഇങ്ങനെ അടുത്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നല്ല പരിചയമായി. എപ്പോഴും വന്നാലും അവിടെ നല്ല ഇരിക്കാൻ പറയും, നല്ല സ്നേഹവും നല്ല കരുതലും എല്ലാമാണ്. അദ്ദേഹം നമ്മളപ്പോഴും മഠത്തിൽ പഴയ ഒരു കാവ് അടുത്തുണ്ട്, ഒരു 15 മീറ്റർ അടുത്താണ്. അപ്പോൾ അവിടെ വലിയൊരു പന നിൽക്കും. പന നിന്നിട്ട് അത് സ്വാമി വരുമ്പോഴേക്ക് ചോദിക്കുക, പന മുറിഞ്ഞ് വീഴുമോ? നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് മുറിച്ച് മാറ്റണം, അത് വലിയ പാടാണ്, അല്ലെങ്കിൽ മഠത്തിൽ കൂടെ അത് വീഴും, പഴയ മഠമാണ് എന്നൊക്കെ പറഞ്ഞു. അത് മുറിക്കാനായിട്ട് ആളിനെ വിളിച്ചിട്ട് ആരെയും കിട്ടില്ല. ഈ കാവിൽ ആരും കയറി ചെയ്യില്ല. അതും പനയൊക്കെ അതിൻ്റെ മണ്ട ഒടിഞ്ഞു പോയി, അത് ചെത്ത് തുടങ്ങി. കിളിയൊക്കെ വന്നാൽ വട്ടത്തിൽ കൂടൊക്കെ വെച്ച് തുടങ്ങി തുരന്ന്. അപ്പം പൊള്ളയാണെന്ന് മനസ്സിലായി. ഇത് വീഴുമില്ലേ എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ സ്വാമി കാണാൻ വരുമ്പോഴൊക്കെ സ്വാമി ചോദിക്കും, ഇത് ആ പന എന്തിനായി പന? അങ്ങനെ ആ മുറിക്കാൻ ആളും കിട്ടിയില്ല. ഇതിന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അങ്ങനെയൊന്നും ഒരു ദിവസം അത് പകുതി വെച്ച് ഒടിഞ്ഞ് കുറേ ചുള്ളിയും വള്ളിയായിട്ടൊക്കെ നിൽക്കും. അതിൽ ചെന്ന് വീണ് പകുതിയൊക്കെ വീണ്. അതോടുകൂടി പിന്നെ സമാധാനമായി. പിന്നെ അത് മഠത്തിൻ്റെ മുകളിലോട്ട് വരില്ലെന്ന് വെച്ച്. അത് പഴയ മഠമായിരുന്നു. പിന്നെ അതിന് ശേഷം പുതിയ മഠമൊക്കെ ശരിയാക്കി. അദ്ദേഹത്തിൻ്റെ ആ കാര്യം കൊണ്ട് എല്ലാം പെട്ടെന്ന് നടന്നു. വീടിങ്ങനെ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സ്വാമി ഒരു ദിവസം ചോദിച്ചു, പണിയെല്ലാം എവിടം വരെ ആയെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു, കുറച്ചൊക്കെ ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട്, എല്ലാം വിശദമായിട്ട് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ്, പെട്ടെന്ന് പണിയൊക്കെ തീർക്കണം എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഒരു പാല് കാഴ്ച എല്ലാം വന്ന് പറഞ്ഞ് അടുത്ത ആഴ്ചയായപ്പോഴത്തേക്ക് നോട്ട് നിരോധനമെല്ലാം വന്നു. അദ്ദേഹം പറഞ്ഞത് നേരത്തെ എല്ലാം ചെയ്തില്ലെങ്കിൽ നമ്മൾ കടന്ന് ബുദ്ധിമുട്ടുമെന്ന് അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ കാരണം നമ്മൾ അത് അറിയാൻ പറ്റി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും. അതുപോലെ ഞാൻ ഫോണങ്ങനെ ഉപയോഗിക്കില്ല. ചെറുതായിട്ട് അന്ന് ചെറിയ ഫോണായിരുന്നു. അവിടെ അമ്പലത്തിനടുത്ത് റൂമിൽ വെച്ചിട്ട് രാവിലെ നടയെല്ലാം തുറന്ന് പൂജയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു 6 മണി ദീപാരാധനയ്ക്ക് മുമ്പ് ഇതിലിങ്ങനെ ബില്ലടിച്ചുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ സാധാരണ എടുക്കൂല, ഇത് ദീപാരാധന കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. അന്ന് ഇത് കൂടുതൽ പ്രാവശ്യം ബില്ലടിച്ചു. ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോയി അത് എടുത്തപ്പോഴത്തേക്ക് നമ്മൾ വലിയച്ഛൻ മരിച്ചു. അത് ഒരു വിലയായിപ്പോയി. അങ്ങനെ ഞാൻ അത് പറയാൻ വേണ്ടി സ്വാമിയുടെ അടുത്ത് ചെന്നു. സ്വാമി അറിയിക്കുന്നു, എന്ത് വിശേഷം? ഇങ്ങനെ ഒരു മരണമുണ്ട്. അപ്പോൾ അത് എല്ലാം എടുത്തുകൊണ്ട് പോകണം, പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ അന്ന് പൂജാരി ഉണ്ടായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ അത് പോയി. പക്ഷെ അത് അന്ന് എങ്ങനെ എടുക്കാൻ തോന്നിയെന്നുള്ളതാണ്. അല്ലെങ്കിൽ സാധാരണ എനിക്ക് വിഷമമായി പോയേനെ, അങ്ങ് ചെയ്യേണ്ടി വന്നു. അത് ചെയ്തില്ല. ആ സമയത്ത് കറക്റ്റ് എനിക്ക് അവിടെ പോയി നോക്കാനും അതെടുത്തങ്ങ് മാറി നിൽക്കാനും പറ്റി. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ശുദ്ധിക്രിയകളൊക്കെ ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് അത് ഭഗവാനൊക്കെ എല്ലാം മാറ്റി. ഇങ്ങനെ ഒരു അതുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ പൂജാ കാര്യങ്ങളിലൊക്കെ വിശേഷാലകളൊക്കെ ഉള്ള പൂജകളൊക്കെ തന്ത്രി വരുമ്പോൾ കൂടെ സഹായിക്കാനും അല്ലാതെയും ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടുത്തെ വിശേഷ പൂജ രാവിലെ നമ്മൾ 4 മണിക്ക് നടക്കണം. ഗണപതി ഭഗവാൻ, മുരുകസ്വാമി, ദേവി, പിന്നെ മറ്റു ഉപദേവന്മാരുണ്ട്. നാഗർ, സ്വയംഭൂ നാഗരാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ മറ്റുള്ള നരസിംഹമൂർത്തിയുണ്ട്. പ്രധാനമായിട്ട് പിന്നെ മഹാവിഷ്ണുവുണ്ട്, ഭദ്രകാളി അമ്മയുണ്ട്,
ഓർക്കാളി ഭഗവതിയുണ്ട്, തമ്പുരാനുണ്ട്, ശനീശ്വരനുണ്ട്. ഇവർക്കെല്ലാം പ്രത്യേക പൂജകളും വിശേഷാൽ പൂജകളും അതാത് ആഴ്ചകളിലായിട്ടൊക്കെ ഉണ്ട്. ദിവസം നമ്മൾ എല്ലായിടത്തും അഭിഷേകം സാധാരണയുള്ള ഇതേ ഉള്ളൂ, ഹാരമെല്ലാം ചാർത്തിട്ട്. ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ശനീശ്വരന് നീരാഞ്ജനം സമർപ്പിക്കും. ഇന്ന് ശനിയാഴ്ചയാണ്. അതെ അതെ, അതെല്ലാം ശനി ദോഷത്തിന് ഏറ്റവും നല്ലതാണ് ഇവിടെ എല്ലാം ചെയ്യാറ്. മഹാഗണപതിക്ക് എല്ലാ 1-ാം തീയതി വിശേഷമായിട്ട് അഭിഷേകമുണ്ട്. അത് നെയ്യുണ്ട്, തേന്, പാല്, കരിക്ക് എല്ലാം അഭിഷേകം ചെയ്യും, പനിനീരെല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മുരുകന് തൈപ്പൂയത്തിനുണ്ട്. പിന്നെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയിലാണ് വിശേഷാൽ കലശവും പൂജകളും എല്ലാം നടത്തുന്നത്. അത് കഴിഞ്ഞ് ദേവിക്ക് മകനക്ഷത്രത്തിന് നമ്മൾ ഭഗവതി പൂജ വൈകുന്നേരം ചെയ്യുന്നുണ്ട്. വിശേഷാൽ ഗണപതി ഹോമമുണ്ട് രാവിലെ. അപ്പോൾ എല്ലാവർക്കും അത് ഗണപതി ഹോമം കുടുംബത്തിനും വ്യക്തിക്കും എല്ലാം പ്രത്യേകം ചെയ്യുന്നുണ്ട്. അത് വെള്ളിയാഴ്ച തോറും എല്ലാ വെള്ളിയാഴ്ചയും ഗണപതി ഹോമം നടത്തുന്നുണ്ട്. പിന്നെ ആ വിശേഷാൽ നമ്മൾ സമാധി ദിവസമായ വിശാലത്തിന് ചെയ്യുന്നുണ്ട്. പൗർണമി ദിവസം നമ്മൾ അഖണ്ഡനാമം രാവിലെ തുടങ്ങിയെടുത്ത 24 മണിക്കൂറുണ്ട്. ആ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും നാമജപവും ഹരേ രാമമന്ത്രമാണ് സ്വാമി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് എല്ലാ ഭക്തജനങ്ങളെല്ലാം വന്ന് വ്രതത്തോടു കൂടി നല്ല ഭംഗിയായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള വിശേഷ പൂജകൾ പിന്നെ ഇവിടെ വെടിവഴിപാടുണ്ട്. അതിന് ഡിസൈൻ ചെയ്തെല്ലാം നടത്താവുന്നതാണ്. പിന്നെ നമ്മൾ വിഷ്ണു പൂജ, മഹാവിഷ്ണുവിൻ്റെ പൂജ എല്ലാ മാസം ആദ്യത്തെ വ്യാഴാഴ്ച എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അത് ഭക്തജനങ്ങൾക്കും പങ്കെടുത്ത് സഹസ്രനാമജപം വിശേഷമായിട്ടെല്ലാം ചെയ്യുന്നു. പിന്നെ അല്ലാതെ എല്ലാ വ്യാഴാഴ്ച തോറും ഭക്തജനങ്ങൾ ഹരിനാമ കീർത്തനം പറയുന്നുണ്ട്. രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ വരുന്നു. പിന്നെ കാർത്തിക മാസം, അതായത് വൃശ്ചിക മാസം 41 ദിവസം ഈ ഹരിരാമയും പിന്നെ അത് കഴിഞ്ഞ് ഹരിനാമ കീർത്തനമുണ്ട്. രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഗണേശ സഹസ്രനാമം അത് കൃത്യമായിട്ട് ഇവിടെ നാമജപിക്കാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം അതുപോലെ 4:30 ഭാഗവത പാരായണമുണ്ട്. അത് കഴിഞ്ഞ് ഹരേരാമ 5:30 മണി മുതൽ 6:30 മണി വരെ. അത് കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞാൽ നമുക്ക് ത്രയംബക മന്ത്രം പറയാറുണ്ട്. മൃത്യുഞ്ജയ മന്ത്രം ഒരു അരമണിക്കൂറോളം പറയും. പൂർണ്ണമത പറയാം. അത് കഴിഞ്ഞ് രാവിലെ ഗണേശ സഹസ്രനാമം, ഗണേശ അഷ്ടകമുണ്ട്. പിന്നെ വൈകുന്നേരം എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം പറയാൻ എല്ലാ ദിവസവും ഭക്തന്മാർ ജീവിക്കാറുണ്ട്. അവർക്ക് അത് ഒരു നല്ല തൃപ്തിയാണ്, എല്ലാവരും വരാറുണ്ട്. പിന്നെ വിശേഷാൽ ഗുരുപൂജയുണ്ട് വ്യാഴാഴ്ച തോറും. അത് വിശാഖം സമാധി ദിവസം നമ്മൾ അതിൻ്റെ അവിടുത്തെ ആൾക്കാർ വ്രതമെടുത്ത് അതിന് പേര് കൊടുക്കണം, പ്രത്യേകിച്ച് നേരത്തെ കൊടുത്ത് എല്ലാവർക്കും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് വിശേഷാൽ നമ്മൾ ജന്മനാളിന് മിഥുനത്തിലെ മകം വരുന്ന രീതിയിൽ 4 ദിവസത്തിന് മുമ്പേ വിശേഷാൽ അഖണ്ഡനാമം ജപം തുടങ്ങാറുണ്ട്. 4 ദിവസം വിശേഷാൽ എല്ലാം ചെയ്യുന്നുണ്ട്. ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ മഹാഗണപതി ഹോമം 4:30 തുടങ്ങും. അത് കഴിഞ്ഞ് മൃത്യുഞ്ജയ ഹോമമുണ്ട്. അത് കഴിഞ്ഞ് നവഗ്രഹ ഹോമമുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ സുദർശന ഹോമം, ഭഗവത് സേവ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് മകന്നാളിൻ്റെ അന്ന് രാവിലെ ഗണപതി ഭഗവാന് കലശാഭിഷേകമുണ്ട്. അത് കഴിഞ്ഞ് അന്ന് വിശാഖം സമാധി ദിവസങ്ങൾ ഇതിന് ശ്രീചക്ര പൂജയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗുരുപാദക പൂജയുണ്ട്. അതെല്ലാം ഇവിടെ വിശേഷമായിട്ട് ചെയ്യുന്നതാണ്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ഭക്തജനങ്ങളും വന്ന് ഇതെല്ലാം പങ്കെടുത്ത് നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട്. എല്ലാ വിശേഷങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും വ്രത അനുഷ്ഠാനത്തോടുകൂടി എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. പിന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ എല്ലാ ട്രസ്റ്റ് അംഗങ്ങളും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം സഹായിക്കുന്നുണ്ട്. എല്ലാ സഹായങ്ങളും എല്ലാം ചെയ്യുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. ഇതിൽ മറ്റൊരു പ്രധാന കാര്യം എന്നത് മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം എത്ര മഹാക്ഷേത്രമായാലും അവിടെ പൂജ ചെയ്യാം. ആ മഹാക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുക എന്ന് പറയുന്നത് പുണ്യം തന്നെയാണ്. അതിനെ എല്ലാത്തേക്കാൾ നമ്മളെ മേൽശാന്തിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം എന്നത് സാക്ഷാൽ ഈശ്വരൻ ചിന്താലേശൻ ശരിക്കും ജീവസമാധിയിൽ യോഗനിദ്രയിലിരിക്കുന്ന സ്ഥലമാണ്
ഈ ആശ്രമം. അപ്പോൾ ഭഗവാന്റെ സമാധിയിൽ നിത്യവും പൂജ ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ്. അതായത് മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തി ആ വിഗ്രഹത്തിലാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്യണേ. ഇവിടെ സാക്ഷാൽ ഈശ്വരൻ തന്നെ യോഗനിദ്രയിലിരിക്കുന്ന, ജീവസമാധിയിലിരിക്കുന്ന സ്ഥലത്ത് ഒരു ദിവസം 2 നേരവും ഭഗവാനെ പൂജിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹാത്മാവും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇവിടുത്തെ മറ്റൊരുപാട് ക്ഷേത്രങ്ങളിൽ അങ്ങ് പൂജ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ എല്ലാ പൂജാവിധികളും, അതായത് ഇവിടുത്തെ ദേവതകൾക്കെല്ലാം പ്രത്യേകതയുള്ളത് ഇവിടെ സമാധികളുടെ ഒരു കൂമ്പാരമാണ്. എല്ലാം സമാധികളാണ്. ഓരോ ക്ഷേത്രങ്ങളിരിക്കുന്നതും സമാധിയിലാണ്. അതുപോലെ സ്വയംഭൂ ആയിട്ടുള്ള ദേവതകൾ കുടികൊള്ളുന്ന സ്ഥലമാണ്. ശരിക്ക് ഗണപതി സ്വയംഭൂ ഗണപതിയാണ്. ഗണപതിയാണ്. ശ്രീകോവിലിനുള്ളിൽ സ്വയംഭൂ ഗണപതിയുണ്ട്. അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹത്തിൽ അവിടെ ഗണപതി പ്രതിഷ്ഠയായിട്ടുമുണ്ട്. അതുപോലെ തന്നെ നാഗരാജാവിന് സ്വയംഭൂവായിട്ട് നാഗരാജാവുണ്ട്. അതെ, അതിന് ഇപ്പോഴും നമ്മൾ ചുറ്റും പഞ്ചലോകത്തിൽ വേറെ പീഠം പറഞ്ഞിരിക്കുന്നു ചെയ്യാൻ. നേരത്തെ ഉള്ളത് ശരിയായി വരുന്നില്ല. അത് കുറച്ചും കൂടെ അത് വലിപ്പം വരുന്നുണ്ട്, അത് വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു സൂചനയായിട്ട് നമ്മളത് പിന്നെ വീണ്ടും മാറ്റേണ്ടി വരും. പഴയ പീഠം ഒരിക്കൽ മാറ്റിയതാണത്. അത് വീണ്ടും അത് വളർന്നു വരുന്നതുകൊണ്ട് വീണ്ടും പീഠത്തിൻ്റെ ആ ചുറ്റുമുള്ള പഞ്ചലോക ഇതിനെ മാറ്റുന്നുണ്ട്. ഇപ്പം അടുത്ത വീണ്ടും അത് വളർന്നുകൊണ്ട് വീണ്ടും മാറ്റുന്നു. അത് നല്ല ഒരു എല്ലായിടത്തും ഉള്ളതുപോലെയല്ല, ഇത് സ്വയംഭൂവായിട്ടുള്ള നാഗരാജാണ്. അത് ആ കല്ല് തട്ടിമുട്ടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി അതിന് കവർ ചെയ്ത് ഇങ്ങനെ പഞ്ചലോകത്തിൽ ചെയ്യുന്നു. അപ്പോൾ അതിന് ഈ വളർച്ച കാരണം അത് വീണ്ടും നമ്മൾ ഇടയ്ക്ക് ഒരിക്കൽ മാറ്റി ഒന്നും കൂടെ മാറ്റേണ്ടി വരുന്നു. അതുപോലെ ഗണപതി ഭഗവാനും അതിൻ്റെ വളർച്ച അത് കാണിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വലിയ പ്രതിഷ്ഠയായിട്ട് ഭഗവാൻ വെച്ചിരിക്കുന്നത്. പണ്ടാണെങ്കിൽ എനിക്ക് എൻ്റെ കൊച്ചിലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയില്യത്തിൻ്റെ അന്ന് നാഗര് പ്രത്യക്ഷത്തിൽ വരുമായിരുന്നു. നാഗര് അവിടെ പ്രത്യക്ഷത്തിൽ വരും. അപ്പോൾ പ്രത്യക്ഷത്തിൽ നാഗര് വന്ന് നാഗര് പൂജ പറ്റുമായിരുന്നു. അതായത് മണം എടുത്ത് നാഗരവിടെ നിൽക്കുമായിരുന്നു ആ സ്വയംഭൂ ആയിട്ടുള്ള സ്ഥലത്ത്. അങ്ങനെ പൂജ ചെയ്യുന്നവർക്ക് ഭയമായി, അവിടെ വരുന്നവർക്ക് ഭയമായി. അപ്പോൾ ആ പൂജാ സ്ഥലത്തേക്ക് നാഗരെ ഡയറക്റ്റ് കണ്ട അവിടെ പൂജ ചെയ്യാനും പേടി, തൊഴുകാനായിട്ടും ആൾക്ക് പേടി. അങ്ങനെ ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞതിന് ശേഷമാണ് നാഗരുടെ പ്രത്യക്ഷത്തിൽ വരാതെ ആയത്. ആ പ്രത്യക്ഷത്തിൽ, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നാഗര് വരും. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, എത്ര നാഗദോഷമുള്ളവര് ഇവിടെ വന്ന് നാഗപൂജ ചെയ്തിട്ട് പോയാലും അവർക്ക് എന്താ പറയും, മഞ്ഞയും ചുണ്ണാമ്പും തമ്മിൽ ചേർന്നത് പോലെ അത്ര വേഗത്തിലാണ് റിസൾട്ട്. മറ്റ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളും കൂടി ആയതുകൊണ്ട് നമ്മൾ മറ്റു വളരെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ നാഗദോഷ പരിഹാരത്തിനായിട്ട് ആളുകളെ പറഞ്ഞയക്കും. പക്ഷെ ഇവിടെ വന്ന് ആയില്യ പൂജയിൽ പങ്കെടുത്ത് ഇവിടുത്തെ പൂജ കഴിഞ്ഞ് പോകുന്ന ഒരാളിന് അത്ര വേഗത്തിലാണ് വ്യത്യാസം. നാഗദോഷം പെട്ടെന്ന് ശമിക്കുന്നതായി കാണാം. അതായത് അവിടുത്തെ സ്വയംഭൂ നാഗരാണ്. നാഗര് ഡയറക്റ്റ് നാഗർക്ക് പരിഹാരം ചെയ്തതായി. അതുകൊണ്ട് അത്ര ശക്തമാണ് ഇവിടുത്തെ നാഗരുടെ. അപ്പോൾ അങ്ങ് പറഞ്ഞതാണ് നാഗര്. അതുപോലെ വിഘ്നേശ്വരൻ ഇവിടെ വന്ന് ശരിക്കും ഒരു ഗണപതി ഹോമം ചെയ്തിട്ട് പോകുന്ന ഒരാളിന്, എത്ര മാറാത്ത, എത്ര വിഘ്നത്തിൽ കിടക്കുന്ന ഒരാളിനും ആ തടസ്സം മാറി, തടസ്സം മാറും എന്നുള്ളതിന് സംശയം വേണ്ട. ഐല്യത്തിന് നല്ല വിശേഷമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. എല്ലായിടത്തും ഉള്ള വിശേഷ അഭിഷേകങ്ങളെല്ലാം ഉണ്ട്. അതിന് നെയ്യ്, അതുപോലെ തേന്, കരിക്ക്, പാല്, പിന്നെ ഈ നൂറുമ്പാല് പ്രത്യേകം തയ്യാറാക്കി അതെല്ലാം നേദിക്കുന്നുണ്ട്. വിശേഷ അർച്ചനയും പൂജയും ചെയ്യുന്നുണ്ട്. ഇത്ര സമയമെടുത്താണ് ചെയ്യുന്നത്. അത്രയും സമയമെടുത്താണ് ചെയ്യുന്നത്. അതന്നെ ആ വിശേഷതകളാണ് ഭഗവാന്റെ. ഞാൻ വീണ്ടും പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മൂർത്തികളെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഒന്ന് പോർക്കലി ദേവി, പോർക്കലി ദേവി, പിന്നെ ശരിക്കും ഭദ്രകാളി അമ്മ, ഉജ്ജയിനി ഭദ്രകാളി ആണ്. ഭദ്രകാളി അമ്മ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഭദ്രകാളിയാണ്. അവിടെയെല്ലാം ഈ ചൊവ്വയും വെള്ളിയും പൗർണമി ഞായറാഴ്ച എല്ലാം പ്രത്യേകം കുങ്കുമാർച്ചന വൈകുന്നേരം ആകുമ്പോൾ പ്രത്യേക നേദ്യത്തോടു കൂടി എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ ചൊവ്വ, വെള്ളി, ഞായർ
പൗർണമി ദിവസമാണ്. എത്ര ഒരുപാട് ദുരിതങ്ങളായിട്ട്, അതായത് ദുർദോഷങ്ങളായിട്ട് നിൽക്കുന്നവർ, അത് ബാധാദോഷമാവാം, കർമ്മദോഷങ്ങളാവാം, പലതരത്തിലുള്ള നെഗറ്റീവ് ദോഷങ്ങളായി ബാധിച്ചിരിക്കുന്നവർ ഈ ഭദ്രകാളി ദേവിയുടെ നടയിൽ വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഈ സമാധികളും ദർശിച്ച് പോകുന്ന ആളിന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ബോധമില്ലാതെ കൊണ്ടുവന്നവർ വരെ ബോധത്തോടുകൂടി ഇറങ്ങിപ്പോയിട്ടുണ്ട്. എത്രയേ ആളുകളെ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നവര് പിന്നെ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ സുഖമായിട്ടാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. എത്ര അതിശയമാണ്. ഭഗവാനുള്ള സമയത്ത് ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. പിടിച്ച് കൊണ്ടുവന്ന കേസുകളുണ്ട്. പിടിച്ച് കൊണ്ടുവന്ന കേസുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് പിടിച്ച് ഈ ഭഗവാന്റെ ഈ സമാധിസ്ഥരായിട്ടുള്ള ഈ മൂർത്തികളെ, സ്വയംഭൂ ക്ഷേത്രങ്ങളെല്ലാം ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നവര് സ്വമേധയാ പോയി ഭക്ഷണവും കഴിച്ച് ആരുടെയും സപ്പോർട്ടില്ലാതെ ബോധത്തോടുകൂടി ഇറങ്ങിപ്പോയിട്ടുണ്ട്, ബോധമില്ലാതെ വന്നവര്. അപ്പൊ അത്രയ്ക്കാണ് ഭഗവാൻ. ഇത് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പ്രതിഷ്ഠിച്ച ദേവതകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഭഗവാൻ പൂജിച്ച ദേവതകളാണ്. എല്ലാവർക്കും ശക്തി കൊടുത്ത ഭഗവാനാണ്. ഭഗവാൻ തന്നെ പറയും, ഇതെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ചെറുതായിട്ട് എല്ലാം ചെയ്താൽ മതി. എൻ്റെ എല്ലാം പൂജ ചെയ്ത് ശക്തിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുപോലെ പൂർവജന്മ പുണ്യമാണ് സ്വാമിക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റ് എത്ര മഹാക്ഷേത്രത്തിൽ നിന്നാലും ഭഗവാന്റെ സമാധിയിൽ, ഭഗവാൻ സമാധി എന്ന് പറഞ്ഞാൽ ഭഗവാൻ അതിനകത്തിരിക്കുകയാണ്. ഭഗവാൻ അതിനകത്തിരിക്കുകയാണ്. ഭഗവാൻ തന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞപ്പോൾ, ഒരു ദിവസം ഞാനിപ്പോൾ അടുത്ത സമയത്ത് തിരിച്ചു പോകും പിള്ളേ, എൻ്റെ ദൗത്യമൊക്കെ തീർന്നു, പക്ഷേ ഞാൻ അതിനകത്തിരുന്നാലും ഒരു 12 വർഷം കഴിഞ്ഞ് പിള്ളേ എൻ്റെ ശരീരം കുത്തിമുറിച്ചു നോക്കിയാലും രക്തം എടുക്കും കേട്ടോ പിള്ളേ. അപ്പം ഭഗവാൻ അതിനകത്ത് ശരീരം മറച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ശരീരം മറച്ചു വെച്ചിരിക്കുന്ന അവിടെ പൂജ ചെയ്യാനുള്ള പുണ്യം കിട്ടിയ എന്ന് വെച്ചാൽ ഈശ്വരന് ഡയറക്റ്റ് പൂജ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് അങ്ങ്. അതിന് അതുകൊണ്ടാണ് സ്വാമി ഇടയ്ക്ക് വച്ചിട്ട് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയെങ്കിലും തിരിച്ചങ്ങേ ഇവിടെ തന്നെ കൊണ്ടുവന്നു. തിരിച്ചു വരേണ്ടി വന്നു. കാരണം വരേണ്ടി വന്നത് ഭഗവാൻ കൊണ്ടുവന്നെയാണ്. അത് അങ്ങക്ക് ആ യോഗം കിടക്കുകയാണ്. കാരുണ്യം ഇല്ലാതെ ഇവിടെ ചെയ്യാൻ പറ്റൂല. ഇവിടെ പൂജ ചെയ്യാൻ പറ്റൂല. ആരിഞ്ഞ് പൂജ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഇവിടെ മനസ്സോടുകൂടി അർപ്പണ ഭാവത്തോടുകൂടി പൂജ ചെയ്തില്ലെങ്കിൽ പൂജ ചെയ്യാൻ പറ്റൂല. തീർച്ചയായിട്ടും. അതുപോലെ മഹാവിഷ്ണു പൂജ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു സുഖമാണ്. എനിക്ക് മുമ്പ് നിന്ന് പോറ്റിയും തിരുമേനിമാരെയും പറയും, അവിടെ മഹാവിഷ്ണു പൂജ ചെയ്യുമ്പോൾ പ്രത്യേക ശാന്തതയും ഒരു തണുപ്പ് കിട്ടും. എന്തിനാണെന്ന് പറയുന്നത് അവിടെ അത് കഴിയുമ്പോഴത്തേക്കും സമാധിയാണ് സ്വാമി, അതിന്റെ അടിയിലും സമാധിയാണ്. ഈ ഇവിടുത്തെ ഈ മഹാക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഈ സ്വയംഭൂ മൂർത്തികൾ ഇരിക്കുന്നതെല്ലാം സമാധിയിലാണ്. അപ്പൊ ഇവിടെ എത്ര സമാധി ഉണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമുക്കറിയാന്നുള്ള ഭഗവാന്റെയും ഭഗവാന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇങ്ങനെയുള്ള സമാധികൾ മാത്രമേ അറിയാവൂ. ബാക്കി മൊത്തം സമാധി സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ പുണ്യഭൂമിയിലേക്ക് കാലെടുത്ത് ചവിട്ടുമ്പോൾ തന്നെ എന്തു ദുരിതമായി വരണവരും എത്ര വേദനയോടുകൂടി വരണവരും വേദന ശമനം ഉണ്ടാവുന്നതിന് കാരണം. ഭഗവാൻ എപ്പോഴും പറയും ഇത് തപസ്സിന്റെ സ്ഥലമാണ്. 100%. ഒരുവിധപ്പെട്ടവരൊക്കെ വന്നാൽ നിൽക്കില്ല. അങ്ങനെ കുറച്ച് കർമ്മങ്ങൾ കഴിഞ്ഞിട്ടേ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. തപോഭൂമി തന്നെയാണ്. അതാണ് തപോഭൂമി തന്നെയാണ്. അതിന് സംശയം വേണ്ട. അതുപോലെ തന്നെ ആ ശനീശ്വരൻ, ഇവിടെ ഭഗവാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശനീശ്വരന് ഉള്ള പ്രത്യേകത, എത്ര ശനിദോഷം ബാധിച്ച് കഷ്ടപ്പെടുന്ന ഒരാളായാലും ആ ശനീശ്വരൻ്റെ അടുത്ത് നീരാഞ്ജനവും കത്തിച്ച് ആ ശനീശ്വരനെ പ്രാർത്ഥിച്ച് പോവുകയാണെങ്കിൽ ശനി ശമനം വരും. അതുപോലെ നിത്യവും ശനിക്ക് ചോറ് കൊടുക്കുന്ന സ്ഥലമാണ്. ശനി ഊട്ടുണ്ട് കാക്കയ്ക്ക്. എല്ലാ ദിവസവും രാവിലെ കാക്കയ്ക്ക് എല്ലാ ദിവസവും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ശനീശ്വരന്റെ വാസസ്ഥലമാണ്. ശനിയാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും ശനിക്ക് ശനി ഊട്ട് കൊടുക്കുന്ന പ്രത്യേകതയുടെ ഉണ്ട്. അതുപോലെ പരദേവതാ സ്ഥാനത്തെ ഓരോ കുടുംബത്തിലുള്ള ആൾക്കാരുടെ പരദേവതയായിട്ടാണ് അവിടെ തമ്പുരാനെ വെച്ചിരിക്കുന്നത്. ആ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തിനും ദേവതകളുണ്ട്. ആ ദേവതാ സങ്കല്പമായിട്ടാണ് തമ്പുരാനെ വെച്ചിരിക്കുന്നത്. നമ്മളെ പരദേവതയെ നമ്മൾ തൊഴയാണ് എന്ന സങ്കല്പത്തോടുകൂടിയാണ് തമ്പുരാനെ വെച്ചിരിക്കുന്നത്. അതെ, ഇവിടെ വരുമ്പോ അതെ ആ തമ്പുരാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളെ തമ്പുരാനെ നമ്മൾ തൊഴുതായി, അല്ലെങ്കിൽ നമ്മളെ പരദേവതയെ നമ്മൾ തൊഴുതായി. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മുരുകൻ, സുബ്രഹ്മണ്യ സ്വാമി ശരിക്ക് പവർഫുൾ സുബ്രഹ്മണ്യനാണ്. ഈ സ്ഥലങ്ങളിൽ ഒരിടത്തും തന്നെ മയിലില്ല.
മുമ്പ് മയില് പറന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ മുമ്പ് വന്ന് അവിടെ വന്നിരിക്കുമായിരുന്നു. നമ്മളെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വന്ന് മയിലിരിക്കുമായിരുന്നു. അങ്ങനെ മയിൽ വരെ, അതായത് മയിൽ വാഹനനാണ്, ഭഗവാനെ കാണാനുള്ള കണ്ണൊന്നും നമുക്കില്ല, നമ്മൾ അത്രയ്ക്കുള്ള അന്തരാണ്, അതുകൊണ്ട് ഭഗവാനെ കാണാൻ പറ്റില്ല. പക്ഷെ വാഹനം കാണാൻ പറ്റി, വാഹനത്തിനെ കാണാൻ പറ്റും, മയിലിനെ കാണാൻ പറ്റും, എല്ലാം പ്രതീകമായിട്ട് നമ്മളെ കാണിച്ചു തരും തീർച്ചയായിട്ടും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു, എല്ലാം കൊണ്ടും ഈ ഭഗവാൻ എല്ലാ പേരെയും ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിച്ചത്. എല്ലാം ഒരുക്കി വെച്ച് എന്ത് വേണം നിങ്ങൾക്ക് വേണ്ടതെല്ലാം, അത് ദേവിയാവട്ടെ, എന്ത് വിഘ്നമാറാൻ വിഘ്നേശ്വരനാവട്ടെ, ശരിക്കും മഹാവിഷ്ണു ആവട്ടെ, അമ്മ പല രൂപത്തിലാവട്ടെ, ശരിക്ക് നവഗ്രഹങ്ങളുടെ പ്രതീകമായിട്ട് ശനീശ്വരനെ ആവട്ടെ, നരസിംഹമൂർത്തി ആവട്ടെ, ധന്വന്തരി മൂർത്തി ആവട്ടെ, എല്ലാ പേരെയും ഇവിടെ ഇരുത്തി, അതായത് വരണവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ഒറ്റമൂലി ക്ഷേത്രമായിട്ടാണ്, ഒറ്റമൂലി സ്ഥലമായിട്ടാണ് ചിന്താലയ ആശ്രമത്തിനെ ഭഗവാൻ മാറ്റിയിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാവർക്കും ഇവിടെ വന്ന് ധ്യാനിക്കാനും ഒരുപാട് സമയം അറിയാതെ തന്നെ ഒരുപാട് സമയം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയില്ല അവര്, അറിയില്ല. ഇന്നാള് ഒരു സ്ത്രീ വന്നിട്ട് അവര് എന്നെ വിളിച്ചു പറഞ്ഞു, അവര് ആദ്യമായിട്ട് ഇവിടെ വരെയാണ്. അവര് വന്നിട്ട് സമാധിയുടെ ഇപ്പുറത്തെ ആ സ്ഥലത്ത് സമാധിക്ക് ഇപ്പുറത്തായിട്ട് ഇരുന്ന് അവര് രാവിലെ വന്ന് പ്രാർത്ഥന ഇരുന്നവര് ഉച്ചയ്ക്ക് ഇവിടുന്ന് ചോറ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവർ വന്നത്. അതുവരെ അവരൊന്നും അറിഞ്ഞില്ല. വളരെ ദുഃഖത്തോടു കൂടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ എല്ലാം മറന്ന് ഭഗവാനിൽ ലയിച്ച് ഇരിക്കാൻ പറ്റും. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. ഒരുപാട് സമയം ഇരുന്ന് അവര് അറിഞ്ഞില്ല, അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കും. അവർക്കും അറിഞ്ഞൂടാ. അവരുടെ ദുഃഖം എല്ലാം ഇങ്ങനെ കരഞ്ഞു കളയാൻ. എവിടുന്ന് വരുന്ന ചോദിക്കുമ്പോൾ അവർ കാര്യം പറയും, എത്ര ദൂരം നമ്മൾ കേട്ട് അറിഞ്ഞ് വന്നതാണ്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വരാൻ പറ്റി, എല്ലാം ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയും. എത്രയോ ആൾക്കാർ, എത്രയോ പേര് കാണുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. കണ്ടിട്ട് വരണവരല്ല സ്വാമി, അവർക്ക് ഉണ്ടായ വ്യത്യാസങ്ങള്, അവർക്കുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് ഭഗവാന്റെ അടുത്ത് അനുഭവം വന്ന് ഈ പുണ്യഭൂമിയിലെ പാദമെടുത്ത് ചവിട്ടുന്ന പിന്നെ സ്വാമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ ഇരുന്ന സമയത്തും ഇവിടെ വരണവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ സ്വാമി ഇവിടുന്ന് ഇറക്കി വിടൂല. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, വന്ന ഉടനെ തന്നെ ഒന്നേ ആഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാൻ കൊടുക്കാതെ വിടത്തില്ല. ഇപ്പൊ ഇവിടെ വരണ ഒരാളിനെയും ഭഗവാൻ വെറുകയോടുകൂടി വിടത്തില്ല. അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവാതെ ഇതിനകത്ത് ചവിട്ടുന്നവരെ ഭഗവാൻ തിരിച്ചയക്കൂല. ഇല്ല, ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഭഗവാന്റെ സന്നിധിയിൽ വരുന്ന ഒരാളും വെറും കൈയോടുകൂടി പോവേണ്ടി വരത്തില്ല. അത്ര അത് ഭഗവാൻ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരിക്കൽ എൻ്റെ കൂടി തന്നെ പറഞ്ഞു, തിരുപ്പതി ഭഗവാൻ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ പിള്ളേ, എന്തെന്നറിയാമോ? തിരുപ്പതി ഭഗവാൻ എന്ത് കൊടുത്താലും തിരുപ്പതി ഭഗവാൻ 3 ഇരട്ടി തിരിച്ചു കൊടുക്കും. ഇരട്ടിയല്ല, 3 ഇരട്ടി തിരിച്ചു കൊടുക്കും. 1 രൂപ കൊടുത്താൽ തിരുപ്പതി ഭഗവാൻ 3 രൂപ തിരിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല പിള്ളേ, ഞാൻ 10 ഇരട്ടി തിരിച്ചു കൊടുക്കും. ഞാൻ 10 ഇരട്ടി തിരിച്ചു കൊടുക്കും. ഭഗവാന് തിരുപ്പതി ഭഗവാന് വരെ 3 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. സാക്ഷാൽ ചിന്താലേശൻ 10 ഇരട്ടി തിരിച്ചു കൊടുക്കും. അപ്പൊ ആലോചിച്ച് നോക്കുക, തമ്പുരാന്റെ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, തമ്പുരാന്റെ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ 10 ഇരട്ടി തിരിച്ച് കൊടുക്കും. അത്രയും ദയാലുവും അത്രയും സ്നേഹസ്വരൂപനും അത്രയും അന്നദാന പ്രഭുവും. അദ്ദേഹം കുടികൊള്ളുന്ന സ്ഥലമാണ്, അദ്ദേഹം ജീവസമാധിയിൽ ഇരിക്കുന്ന സ്ഥലമാണ്. അദ്ദേഹം പിന്നെ യാത്രയൊന്നുമില്ല, എങ്ങും നിറഞ്ഞ് ഇപ്പം പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ മൂലസ്ഥാനമാണ് ഇവിടെ. എല്ലാത്തിനും ഇപ്പം ഒരു സ്വയംഭൂ ആയാലും അതിനൊരു റൂട്ടുണ്ട്. ഒരു റൂട്ടിൽ അത് പോയി നിന്നാലേ പറ്റുള്ളൂ. അതുപോലെ ഒരു റൂട്ടാണ് ശരിക്കും ചിന്താലയ ആശ്രമം. അപ്പൊ ആ ചിന്താലയ ആശ്രമത്തിന്റെ ശരിക്കും ശിഖരങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ബാക്കി പടർന്ന് കിടക്കുന്നതെല്ലാം. മറ്റാശ്രമങ്ങളായാലും ശരി, മറ്റ് സ്ഥലത്തായാലും ശരി, ഭഗവാനെ സ്മരിച്ചാൽ അപ്പോഴും ഭഗവാൻ അവിടെ എത്തും. മനോവേഗത്തിൽ സഞ്ചരിച്ചെത്തും ഭഗവാൻ. ഇടയ്ക്ക് പറയും, ഇങ്ങ് വരണ്ടായിരുന്നല്ലേ, ഞാൻ അങ്ങ് വരുമായിരുന്നു. അത് തന്നെ പറയാം, മനോവേഗത്തിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ച ഞാൻ അങ്ങ് വരും. അത് ഭഗവാൻ വളരെ ചിലരോടും പറയും, അയ്യോ വയസ്സായല്ലോ, ബുദ്ധിമുട്ടല്ലേ, നടക്കാനൊക്കെ ബുദ്ധിമുട്ടി, എന്തിനിങ്ങി വന്ന്? നിങ്ങൾ അവിടെ ഇരുന്ന് വിളിച്ചാൽ ഞാൻ അവിടെ വരുമായിരുന്നല്ലോ. പക്ഷേ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഭഗവാൻ അവിടെ വരും, പക്ഷെ ഭഗവാനെ കാണാനുള്ള കണ്ണ് നമുക്കില്ല.
അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ഭഗവാൻ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഭഗവാനെ കാണാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നു എന്ന് മാത്രം. അദ്ദേഹം ശരീരത്തിൽ ഇരിക്കുന്ന ആളല്ലല്ലോ. അദ്ദേഹം ഇവിടെ മനോവേഗത്തില്, അത് അമേരിക്കയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അമേരിക്കയിലെത്തും. എത്രയോ അനുഭവങ്ങൾ അമേരിക്കയിൽ അദ്ദേഹം ആ സ്ഥലത്തെത്തിയ അനുഭവങ്ങളുണ്ട്. എത്രയോ പേർക്ക് അനുഭവസ്ഥരുണ്ട്. അല്ലാതെ സ്വപ്നത്തിലോ ഒന്നുമല്ല, ലൈവായിട്ട് അവിടെ എത്തും. ഭഗവാൻ ഇതുവരെ പ്ലെയിനിൽ കയറിയിട്ടില്ല. പ്ലെയിനിൽ കയറിയ പ്ലെയിനിനൊരു ദൂരമുണ്ട്, പ്ലെയിനിനൊരു സഞ്ചാര പദമുണ്ട്, സഞ്ചാര സമയമുണ്ട്. ഭഗവാൻ അതൊന്നും വേണ്ട. ഭഗവാൻ മനോവേഗത്തിലാണ്. മനസ്സിൽ വിചാരിക്കുമ്പോൾ അവിടെ എത്തും. അത്രയും വേഗമാണ്. മനസ്സിന്റെ വേഗത്തിനേക്കാൾ ഒരു വേഗതയില്ലല്ലോ, കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. മനോവേഗത്തിലെത്തും. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ഇന്നത്തെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി തോന്നിയത്, നമ്മൾ ചാനലിൽ ഒക്കെ വരുമെങ്കിലും അങ്ങ് വന്ന്, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച്, അതെന്ന് വെച്ചാൽ ഭഗവാനെ പൂജിക്കുന്ന ആള്, ഭഗവാനെ നിരന്തരം പൂജിക്കുന്ന ആള്, ആ ആള് ചാനലിൽ വന്ന് മറ്റുള്ളവർക്ക് ഓരോ കാര്യം പറയുക എന്ന് പറയുന്നത് ഭഗവാന്റെ വചനം പോലെ എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം ഭഗവാനെ പൂജിക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. അത് ഭഗവാനെ അറിയാതെ ഭഗവാനെ പൂജിക്കാൻ പറ്റില്ല. ഭഗവാന്റെ ഈ ആശ്രമത്തിനുള്ള പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ എത്ര വരണം, അവിടെ പോകണം എന്നൊക്കെ നമ്മൾ എത്ര കണ്ട് വിചാരിച്ചാലും ഭഗവാൻ വിചാരിച്ചില്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റില്ല, ഇതിനകത്ത് കയറാൻ പറ്റൂല. എത്രയോ പേര് ഇപ്പൊ ചുറ്റും നമുക്ക് പറയുകയാണെങ്കിൽ ചുറ്റുപാടും കിടക്കുന്ന ആളുകളിൽ തന്നെ പലരും ഭഗവാനെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഭഗവാനെ കാണാനുള്ള ഭാഗ്യം കിട്ടണമെങ്കിലും ഭഗവാൻ വിചാരിക്കണം. അപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ നമ്മളിപ്പോൾ പലരും എന്നെ വിളിച്ച് ഈ ചാനലിലെ പ്രോഗ്രാം കണ്ടിട്ട് സാർ ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തു, പല പ്രാവശ്യം ഇവിടെ വരാൻ നോക്കി, ഇതുവരെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, അതെങ്കിലും രീതിയിൽ മുടങ്ങിപ്പോകുന്നു. സംഭവം എന്താണ്? ഭഗവാൻ അനുവദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സാൽ എവിടെ ഇരുന്നെങ്കിലും ഭഗവാനെ ഭജിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഭഗവാൻ അനുവദിക്കും വരാനായിട്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയും മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ അമ്മ വിളിക്കണം. അപ്പോൾ അമ്മ വിളിക്കണം എന്ന് പറയുമ്പോൾ അമ്മ വിളിക്കാത്ത നമ്മളിൽ നിൽക്കുന്ന കർമ്മഫലം നമ്മളെ ബാക്കിലോട്ട് വലിക്കുകയാണ്. ഇപ്പൊ ഇവരെ അടുത്തേക്ക് എത്തിയാൽ എന്ത് ചെയ്യും? നമ്മളെ കർമ്മഫലത്തെ കുറയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ആ ഇരുട്ട് ഇവിടെ വരുമ്പം ഈ ഗുരു സന്നിധിയിൽ എത്തുമ്പോ, ഗുരു എന്ന് പറയുമ്പോൾ തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ നയിക്കുന്നവനാണ് ഗുരു. അപ്പോൾ ആ വെളിച്ചത്തിലേക്ക് കയറാനായിട്ട് സമയമായാലേ, ഇരുട്ട് മാറാൻ സമയമായാലേ ഇവിടത്തേക്ക് എത്തും. അപ്പൊ ഇരുട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് എത്തിയാൽ അത് എത്തിയത് തന്നെ അതിന് ഒരു സംശയം വേണ്ട. അതുപോലെ ഈ പൂജകൾ, ഇവിടുത്തെ യാതൊരു പൂജയായാലും ശരിക്ക് എന്താ പറയും, ഒരു അർച്ചന ഭഗവാന്റെ സന്നിധി ചെയ്തെങ്കിൽ പോലും അത് ഭഗവാൻ അറിയും. ഇവിടെ ചെയ്യുന്ന ഓരോ ദേവതയ്ക്ക് ചെയ്യുന്ന പൂജയും ആ ദേവത ഡയറക്റ്റ് സ്വീകരിക്കും. പണ്ട് സ്വാമിക്കും അറിയായിരിക്കും, ഇവിടെ ഭഗവാൻ ഗണപതി ഹോമം ചെയ്തു, അറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. ഭഗവാൻ ഗണപതി ഹോമം ചെയ്തു. ആ ഗണപതി ഹോമം ചെയ്ത ആ ഹോമകുണ്ഡം അന്ന് മൂടിക്കളഞ്ഞു. പിന്നെ ആ ഹോമകുണ്ഡം അങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ഭഗവാൻ ഗണപതി ഹോമം ചെയ്തപ്പോൾ ആൾക്കാർ ധാരാളം പേരുണ്ടായിരുന്നു. ഭഗവാൻ ഗണപതിക്ക് കൊടുക്കുന്ന ഓരോന്നും ഗണപതി തുമ്പിക്കൈ കൊണ്ട് വാങ്ങി കഴിക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്നവരെല്ലാം അതിശയിച്ചു പോയി. അപ്പോൾ ഈ ഗണപതി ഹോമം അവസാനം ഹോമിക്കുന്ന സമയത്ത് അതിശക്തമായ മഴയും ഇതും വന്നു. കാരണം ഗണപതി ഡയറക്റ്റ് വന്ന് ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. പ്രകൃതിയുടെ അനുഗ്രഹം. അപ്പൊ പ്രകൃതി തന്നെ ഇത് ഗണപതി വന്നപ്പോൾ പ്രപഞ്ചം മാറി, പ്രപഞ്ച ശക്തികൾ വന്നു. അപ്പോൾ ഭഗവാൻ ആരായിരുന്നു നോക്കിയോ? ഭഗവാൻ ഗണപതിക്ക് കൊടുത്തത് ഗണപതി ഡയറക്റ്റ് വന്ന് വാങ്ങുക എന്ന് പറയുമ്പം അത് താഴെ ഇടാൻ സമ്മതിച്ചില്ല, അഗ്നിയിൽ വിടാൻ സമ്മതിച്ചില്ല. ഡയറക്റ്റ് നമ്മളെല്ലാം അഗ്നിയിൽ ഹവനം നടത്തി, ഹവനത്തിന്റെ ദ്രവ്യമാണ് ദൈവത്തിലേക്ക് എത്തുന്നത്, അംശമായിട്ട് അവിടെ എത്തുന്നത്. ആ കണവ് ചെയ്യുന്നത് ആ ലോകത്തേക്ക് ഇത് എത്തുന്നത്. അതാണല്ലോ പ്രപഞ്ച നിയമം, പൂജയുടെ നിയമം. പക്ഷെ ഇതങ്ങനെയല്ല, ആ അഗ്നിയിൽ വീഴാൻ സമ്മതിച്ചില്ല, കൈകൊണ്ട് ഡയറക്റ്റ് വായിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനി ഈ ഹോമകുണ്ഡത്തിൽ ആരും പൂജ ചെയ്യണ്ട. പിന്നെ ഭഗവാൻ ഗണപതി ഹോമം ചെയ്തിട്ടുമില്ല, ഭഗവാൻ പിന്നെ പൂജ ചെയ്തിട്ടില്ല. അത് പവിത്രമായിട്ട് അതിനെ വയ്ക്കാൻ പറഞ്ഞു. ആ സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ആലോചിച്ചു, ഭഗവാൻ ഒരു പൂജ ചെയ്തപ്പോ ആ പൂജ ആ ദേവൻ വന്ന് ഡയറക്റ്റ് സ്വീകരിച്ചു. അത് എല്ലാവർക്കും കാണാനും പറ്റി. ഭഗവാൻ ചെയ്തപ്പോൾ കാണാൻ പറ്റി. നമ്മളൊക്കെ ഗ്രന്ഥങ്ങളിലെല്ലാം മഹർഷിവര്യന്മാർ പൂജ ചെയ്തപ്പം പൂജയിൽ നിന്ന് ഹൗസ് പൊങ്ങി വന്നെന്നും അത് ബാക്കിയുള്ളവർ സ്വീകരിച്ചെന്നും ഇതൊക്കെ നമ്മളെ ഗ്രന്ഥങ്ങളിൽ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ളതേ ഉള്ളൂ.
ഇത് കാണാൻ ഭാഗ്യം കിട്ടിയവരാണ് ഭഗവാന്റെ ഇവിടെ നിന്ന പലരും. അതെ. അപ്പൊ ഇവിടുത്തെ ദേവതകളെ ഇപ്പൊ ഭഗവാൻ പിടിച്ചിരുത്തി ഭഗവാൻ അവരെ ഭഗവാന്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് ഇരിക്കുന്ന മൂർത്തികളാണ്. എൻ്റെ ഇവിടെ വരുന്നവർക്കെല്ലാം നിങ്ങൾ തുണയായി മാറണം എന്നുള്ള പ്രതീക്ഷയിൽ ഭഗവാൻ കൊണ്ട് എത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഗുണം വരുമോ, ഇവിടെ സ്വാമി ചെയ്യുന്ന ഓരോ പൂജകളും അവർക്ക് ഫലം കിട്ടുമോ ചോദ്യത്തിന് അർത്ഥമില്ല. അത് ഗണപതി ഹോമം ചെയ്താൽ വിഘ്നം മാറും, ശരിക്ക് ദേവി പൂജ ചെയ്താൽ ഐശ്വര്യം വരും, നവഗ്രഹ പൂജ ചെയ്താൽ നവഗ്രഹ ദോഷം മാറും, അതുപോലെ നരസിംഹ പൂജ ചെയ്താൽ ശത്രുത മാറും, ധന്വന്തരി പൂജ ചെയ്താൽ അസുഖം മാറും. എന്തിനുമുള്ള ഒറ്റമൂലിയായിട്ട് ഭഗവാൻ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലാത്തിനും നവഗ്രഹ ദിവസം ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അർച്ചനയായിട്ടും ചെയ്യും. അതുകൊണ്ട് ഇത് ഇപ്പം അങ്ങയും കൂടി ഇരുത്തിക്കൊണ്ടായതുകൊണ്ട് ഞാൻ ഈ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ ഞാൻ വേറെ ഒരാളിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമില്ല. അപ്പം അങ്ങയെ ഇരുത്തിക്കൊണ്ട് പറയുമ്പോൾ അങ്ങയ്ക്കറിയാം, അങ്ങാണ് അതിൻ്റെ അധിപൻ. അങ്ങയിലൂടെയാണ് ഭഗവാൻ ചെയ്യിക്കുന്നത്. പൂജ ചെയ്യിക്കുന്ന ഒരാളുണ്ടല്ലോ. അപ്പൊ പൂജ നമ്മൾ അർപ്പണബോധത്തോടുകൂടി ചെയ്യുന്ന ഉപകരണമാണ്, നിമിത്തം. പിന്നെ നമ്മൾ ഉപകരണം മാത്രമാണ്, ടൂൾസ് ആണ്. ബാക്കി ഭഗവാനാണ് അതിന്റെ ഫലം കൊടുക്കുന്നത്. നമുക്ക് ഫലം കൊടുക്കാൻ അധികാരമില്ലല്ലോ, നമുക്ക് ചെയ്യാനും സമർപ്പിക്കാനും അല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഇത്രയും സമയം ഭഗവാന്റെ ഈ ചാനലിൽ വന്ന് രാവിലത്തെ പൂജ കഴിഞ്ഞ് ശരിക്കും ഇത്രയും സമയം വന്ന് വെയിറ്റ് ചെയ്ത് ഭഗവാന്റെ ചാനലിൽ വന്ന് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ച് അങ്ങക്ക് സ്വാമിയുടെ നാമധേയത്തിൽ ഒന്നുകൂടി നന്ദി, നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ തടസ്സങ്ങളൊക്കെ മാറി എല്ലാം മുന്നോട്ട് പോയിട്ട്. ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാഹി തേജസ്വീനാവിതമസ്തു മാ വിദ്യുഷാവഹി. ഓം ശാന്തി ശാന്തി ശാന്തി.